എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ അമ്മയ്ക്ക് വിളക്ക് വയ്ക്കാനായിട്ട് നമ്മളെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഒരു ഗണപതിനെ സ്റ്റാൻഡ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയാണ് കേട്ടോ വിളക്ക് വയ്ക്കാറുള്ളത്. ഞാൻ എഴുന്നേക്കാറില്ല ആ ഒരു ടൈമിൽ. ഇന്ന് എന്തായാലും നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു കേട്ടോ. ഇന്ന് ശിവരാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്ന് അച്ഛനും അമ്മയ്ക്കും ബലിയിടണം. അപ്പം അമ്മേനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാരണം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും അമ്മയല്ലേ വിളക്ക് വയ്ക്കുന്നത്, ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്താണല്ലോ നമുക്ക് അവിടെ നിന്ന് വിളക്ക് വയ്ക്കാനുള്ള പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ കുളിച്ചിട്ട് വന്ന് അവിടെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അമ്മ അത്യാവശ്യം ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ വക പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ബലിയിടാൻ ആവശ്യമുള്ള വാഴയിലയും അതുപോലെ തന്നെ കുറച്ച് പൂവ് സാധനങ്ങളൊക്കെ പറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്ക് വയ്ക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഇലയൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. പൂ കുറച്ച് ചെത്തിപ്പൂ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പിന്നെ ബലിയിടാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ തലേദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് അവർ ബലിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ബലിയിടുന്നതൊന്നും നമുക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ക്യാമറയും കൊണ്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വല്ല കവണ വേണമെങ്കിലും വെട്ടിയടിക്കും. ആ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പരിസരത്തേക്ക് പോയില്ല കേട്ടോ. ക്യാമറയും കൊണ്ട് ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നേരെ കിച്ചണിൽ വന്ന് ജനലും വാതിലൊക്കെ തുറന്നിട്ടു കേട്ടോ. അപ്പോഴേക്കും അമ്മ പോയി പാലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി ഇപ്പോൾ വീട്ടിലുള്ളതല്ലേ, ആളെ കൊണ്ട് തന്നെ വെപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയുടെ ചായ കുടിച്ചിട്ടും കുറേ ദിവസമായി. അപ്പം ഇന്ന് എന്തായാലും അമ്മ ചായ വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ കുളി കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. വലിയൊരു പണി ഒഴിഞ്ഞ പ്രതീതിയായിട്ടാണ് ഇരിക്കുന്നത്. എന്തോ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ കേട്ടോ. അങ്ങനെ അമ്മ അവിടെ ചായ തകൃതിയായിട്ട് വെക്കുമ്പോൾ ഞാൻ പുട്ടും കൂടൊക്കെ എടുത്ത് കഴുകി കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കഴുകി വെച്ചതാണ്, പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടി കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു സ്ഥിരം പുട്ട്, ഇപ്പം അങ്ങനെ പുട്ടുണ്ടാക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പാത്രം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ മറ്റേ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, പൊൻകതിരിൻ്റെ പുട്ടുപൊടി ഇല്ലേ അത്. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് കേട്ടോ. അടുക്കളയിൽ തന്നെ കുറച്ചും കൂടി മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താനുണ്ടോ എന്ന് നോക്കണം. എല്ലാ കാര്യങ്ങളും ഒരുപോലെ എപ്പോഴും ഇരിക്കുകയും കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഇടയ്ക്കിടയ്ക്ക് വരുത്തണമെന്നേ. അപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ അവിടെ തകൃതിയായിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാനവിടെ വെറുതെ വായി നോക്കി ക്യാമറയും പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു 1 ഗ്ലാസ് ചായ കുടിച്ച് കുറച്ച് നേരം കൂടി അവിടെ വായി നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയും പോയി പുട്ട് കഴിച്ചു കേട്ടോ. പുട്ടിന് പിന്നെ പഴം ഉണ്ടായിരുന്നു. അച്ഛനോട് അമ്മ 1 കിലോ പഴം വാങ്ങാൻ പറഞ്ഞിട്ട് അച്ഛൻ 2 കിലോ പഴമോളം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് വെറുതെ ഇരുന്ന് തിന്ന് തീർക്കാം. പിന്നെ ചെറുപായ എഴുതുകൊണ്ട് പെട്ടെന്ന് കാലിയായി പോവുകയും ചെയ്തോളൂ കേട്ടോ. ഉത്സവത്തിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ നമ്മളൊരു ഓർഗനൈസർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സവോള, ഉള്ളി, അതുപോലെ തന്നെ അവിടെ തുടയ്ക്കുന്ന തുണി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാവുമ്പോൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമല്ലോ. ഉത്സവത്തിൻ്റെ സമയത്ത് നമുക്കതെടുത്ത് ക്ലീൻ ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അതെടുത്ത് ക്ലീൻ ചെയ്യാമെന്ന്. നമ്മൾ എത്രത്തോളം അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നോ അത്രത്തോളം കാലം അതൊക്കെ നിലനിന്ന് പൊക്കോളൂ കേട്ടോ. അധികം അഴുക്കൊന്നുമില്ല, എന്നാലും നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അത് കൈയോടെടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിലിരിക്കുന്ന സവാള, ഉരുളക്കിഴങ്ങ്, അതുപോലെ ഉള്ളി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇടല്ലോ. അപ്പോൾ കുറച്ച് നേരം കൊണ്ടുപോയി വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളി വട്ടം കിട്ടിയതും ഭയങ്കര കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ. ചില സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്, ചില സമയത്ത് അവർ തന്നെ എടുത്ത് തരാറുണ്ട് കേട്ടോ. അവരെടുത്ത് തരുന്ന സമയത്ത് അതിൽ കുഞ്ഞു കുഞ്ഞു ഉള്ളികൾ ഭയങ്കരമായിട്ട് വീടും കേട്ടോ. അത് ക്ലീൻ ചെയ്തെടുക്കലും ടാസ്ക്കാണ്. അങ്ങനെ ഉള്ളിയൊക്കെ കൊണ്ടുപോയി വെയിലത്ത് വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാൻ വിചാരിച്ചു അത് കൈയോടെ കഴുകി വെക്കാമെന്ന്. ഇനി അവിടെ വെക്കണ്ടല്ലോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ അച്ഛനും വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. രാത്രി ചപ്പാത്തി ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ എടുത്തത്. എനിക്കെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സൗകര്യം കിട്ടും. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മടുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഓർഗനൈസറൊക്കെ കഴുകി നമ്മൾ നേരെ അത് മുകളിൽ കൊണ്ടുവയ്ക്കാൻ പോയി കേട്ടോ. സുലുമയുടെ മുകളിലാണ് വെക്കുന്നത്. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോൾ കയറ്റിയാണാവോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതൊന്ന് തട്ടിക്കുടഞ്ഞിട്ടിട്ടുണ്ട്. അവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പൂവ് അതുമ്മ നിറച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് പിന്നെ നേരെ അതുമ്മ തന്നെ വിരിച്ചു വെക്കുകയാണ്. അധികം നേരം വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിക്കോളും തോന്നുന്നു. കാരണം നല്ല വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളവിടെ അടുക്കി പറക്കി ഒതുക്കി വെക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ആ കട്ടിലുമ്പോൾ കണ്ണ് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വെക്കാൻ നോക്കിയപ്പോൾ പറ്റില്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം അതുമ്പോൾ തന്നെ കൊണ്ടിട്ടുണ്ട്.
അങ്ങനെ അതൊക്കെ അവിടെ അടുക്കി പടുക്കി വെച്ച് ഞാൻ നേരെ നമ്മുടെ പേരമരത്തിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറൽ കുറവാണ് കേട്ടോ. ആദ്യം തുണിയിടാൻ വേണ്ടി നമ്മൾ കയറാറുണ്ട്, പക്ഷേ ചൊറിയമ്പൂവിൻ്റെ ഒരു ചെറിയ പണി കിട്ടിയതിന് ശേഷം ഇവിടെ തറയിൽ കൊണ്ടുവന്നിരുന്ന പരിപാടി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരമരം കാര്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് കയറി നോക്കണം കേട്ടോ. വന്ന് നോക്കിയപ്പോൾ നിറച്ച് പേരക്കായ ഉണ്ട്. 3 ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമാണ്, ഇതൊരു ചെറിയ പ്രായത്തിൽ തന്നെ കേട്ടോ. നല്ല പേരക്കായാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പേരക്കായ കഴിക്കുന്നത് ഞാനും ഇക്രും അപ്പൂസും മാത്രമാണ് കേട്ടോ. വേറെ ആർക്കും കാര്യമായ രീതിയിൽ പേരക്കായൊന്നും വേണ്ട. പിന്നെ പേരക്കായും പറിച്ച് അടിയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മയോട് നിന്ന് അലക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാങ്ങ വീഴും. അപ്പം ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മാങ്ങയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിക്ക് വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.